നമസ്കാരം. തനിനാടൻ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഒളരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ വർഷങ്ങളായിട്ട് മാറി വരുന്ന ഭരണം, അതായത് UDF വന്നാലും LDF വന്നാലും ഇതുവരെ ഇവിടെ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ ഇല്ല. ബസ് സ്റ്റോപ്പ് ഉണ്ടായത് നല്ലതാണെന്ന് ബസ് സ്റ്റോപ്പ് ഇവിടെ എല്ലാ പാർട്ടിക്കാരും വന്നിട്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാറി മാറി വരുന്ന ഭരണങ്ങളുണ്ടായിട്ടും അതായത് ഒരു ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. അതായത് കാഞ്ഞാണിന്ന് തൃപ്രയാറിന് തൃശ്ശൂരിന്ന് കാഞ്ഞാണിയിലേക്കും പോകുന്ന യാത്രക്കാരുടെ വിഷമങ്ങൾ മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങൾ അത് ഏറ്റെടുത്തിട്ടില്ല എന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം. അതാണ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് എങ്ങനെയായിരുന്നു അത് ഇവിടെ ആൾക്കാർ ഈ വെയിൽ കൊണ്ട് നിൽക്കണം. അതാണ് പരിപാടി. പറഞ്ഞിട്ട് കാര്യമില്ല. ആരും പാർട്ടിക്കാർ വരുന്നത് ചെയ്യാമെന്നൊക്കെ പറയുന്നത്. അതായത് ഏത് രാഷ്ട്രീയ പാർട്ടി വന്ന ഏത് രാഷ്ട്രീയം വന്നാലും മാറി മാറി വരുന്ന ഭരണം വന്നാലും ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിട്ടാണ് നിൽക്കുന്നത്. കാരണം ഈ സമയത്ത് കൊടും വെയിലിൻ്റെ സമയത്താണ് ആൾക്കാർ ഇവിടെ നിന്നിട്ട് എന്താ പറയുക തലയിൽ തോർത്തുകൊണ്ട് ഇട്ടിട്ടും എന്താ പറയുക ഇല സത്യം പറഞ്ഞാൽ ഇല കൊണ്ടൊക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ചെയ്യണം എന്നാണ് നമ്മളുടെ അഭിപ്രായം. എല്ലാവരും ഇവിടെ ആരും ഉണ്ടല്ലേ, ആരും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഇലക്ഷൻ്റെ ആയിട്ടല്ലേ സംസാരിച്ചോ. ഇങ്ങനെ സംസാരിച്ചു ഇവിടെ മാത്രമല്ല അവിടെയും ചന്ദ്രപതി, അതായത് അവിടെ ബസ് സ്റ്റോപ്പ് ഇല്ല, ഇവിടെ ബസ് സ്റ്റോപ്പ് ഇല്ല. നോക്കൂ, നമ്മുടെ ഇവിടെ ഈ പാവം ചേട്ട പൊരി വെയിലത്ത് ബസ് ഇറങ്ങാത്തതാണ്. ഇവിടെ വരുന്ന മാറി മാറി LDF ആയാലും UDF ആയാലും മാറി മാറി വരുന്നവരാണ്. അതായത് ഇലക്ഷൻ്റെ സമയത്ത് മാത്രം എല്ലാവർക്കും അതായത് വാഗ്ദാനങ്ങൾ കൊടുക്കും. അതായത് ഇലക്ഷൻ കഴിഞ്ഞ വാഗ്ദാനങ്ങളൊന്നുമില്ല. ഈ പാവപ്പെട്ട ഇതുപോലത്തെ ആൾക്കാരുടെ വിഷമങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇതിൽ പറഞ്ഞ് ഇത് എത്രയും പെട്ടെന്ന് ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ വരണം എന്നാണ് ഞങ്ങളുടെ തനിനാടൻ ചാനലിൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഒളരിയിൽ എന്തെങ്കിലും ബസ് സ്റ്റോപ്പ് ഒന്നും വേണം. കാരണം എന്താ വെച്ചാൽ മഴ പെയ്യുമ്പോഴും വെയിലാകുമ്പോഴും ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ആവശ്യം നിർബന്ധമായിട്ടും വേണം. ബസ് സ്റ്റോപ്പ് വേണമെങ്കിൽ ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹം. കാരണം എല്ലാ ദിവസവും വരുമ്പോൾ നല്ല വെയിലാണ് ഇവിടെ. രാവിലെ ആയാലും ഉച്ചനേരത്തായാലും വൈകിട്ടായാലും വെയിൽ തന്നെയാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ബസ്സിനകത്ത് നിൽക്കുമ്പോൾ. ബസ് സ്റ്റോപ്പ് എന്തായാലും ഇവിടെ ആവശ്യമാണ്. കാരണം ജനങ്ങളിവിടെ വെയിലും കൊണ്ട് ഇങ്ങനെ ദുരിതമനുഭവിക്കുന്നു. അതിലിപ്പോൾ എന്തായാലും ഒരു ബസ് സ്റ്റോപ്പ് എവിടെ വരണം എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒളരിയിലില്ല, അത് ആവശ്യമാണ്. ഒളരിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കാഞ്ഞാണിക്ക് പോകുന്നോടത്തും കാഞ്ഞാണി തൃശ്ശൂരിനോടത്തും രണ്ട് സൈഡിലും ബസ് സ്റ്റോപ്പില്ല. കാരണം ഈ മഴയായാലും വെയിലായാലും എല്ലാവരും പല ആൾക്കാരും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാറി മാറി വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വന്നിട്ടും വാഗ്ദാനങ്ങൾ മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. അതിപ്പോൾ എവിടെയും അങ്ങനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ കാണാം. കാരണം വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ UDF വന്നാലും ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയം പറയല്ല, UDF വന്നാലും അല്ലെങ്കിൽ LDF വന്നാലും വേറെ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് എന്ന കാരണം ഇത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. രാഷ്ട്രീയമല്ല, പക്ഷെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഇവിടെ ബസ് സ്റ്റോപ്പ് വരണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാവരും പറയണത് വെച്ച് കഴിഞ്ഞാൽ ഒളരി സെൻറ്ററിൽ എത്രയും പെട്ടെന്ന് 2 ബസ് സ്റ്റോപ്പ് വരണതിനാണ്. വെയിലത്ത് മനുഷ്യന് നിൽക്കാൻ പറ്റില്ല, അതിനാവശ്യമാണ്. ഇത് ശരിക്കും പറഞ്ഞത് എത്ര വർഷങ്ങളോളായോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ്? ഇവിടെ ഒരു മരമായിരുന്നു, ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ അടുത്താണ് ഞങ്ങൾ പോയി നിൽക്കുക. യൂണിയൻ ഓഫീസും ഒക്കെ കൂടിയിട്ടായിരുന്നു. ഈ ഫ്ലാറ്റ് വന്ന് അവിടെ കൂടിയിട്ടാണ് അത് പോയി മരം മുറിച്ച് പോയി. അതിനുശേഷം ബസ് സ്റ്റോപ്പില് എന്താ അപ്പോ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒളരിയിൽ ബസ് സ്റ്റോപ്പ് ഇല്ല ശരിക്കും. ഫ്ലാറ്റ് വന്നോണ്ട് കൂടിയിട്ടാണ് രണ്ട് സൈഡിലും
ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താ, ഇവിടെ കാലങ്ങളോളം ഇവിടെ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഇത് സാധനം ഇവിടെ ഇല്ല. ഇവിടെ ആ കൂടി ബസ് സ്റ്റോപ്പ് എന്ന് പറയാനായിട്ട് നമ്മുടെ ഈ ഓൾറെഡി സെൻറ്ററിൽ ഒരു ഉങ്ങാണ് ഒരു ബസ് സ്റ്റോപ്പ്. ആ ഉങ്ങ് മുറിച്ചപ്പോൾ അവിടെ ഒരു ഫ്ലാറ്റ് വന്നു. ഇപ്പോൾ ഇവിടുത്തെ യാത്രക്കാർക്ക് ശരിക്കും പറഞ്ഞ ബസ് സ്റ്റോപ്പ് ഇല്ലാത്ത കാരണം നമ്മുടെ പാവപ്പെട്ട അമ്മച്ചിമാർ ഇതാ ഇവിടെ ഇരിക്കുന്നത്, വല്ലവരുടെ കടകളുടെ മുന്നിലിരിക്കുന്നത്. ഇതിനെക്കുറിച്ചും ഒന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ബസ് സ്റ്റോപ്പില്ല. സ്കൂൾ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഈ കടകളുടെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ജനപ്രതികൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ ബസ് സ്റ്റോപ്പ് വരണമെന്നാണ് തനിനാടൻ മലയാള ചാനലിൽ ബിജു വാഴപ്പള്ളിയിലൊപ്പം നിതിൻ കുണ്ടന്നൂർ.